ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, നമ്മുടെ വാർഡ് സ്ഥാനാർത്ഥി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി, പിന്നെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷഹന ടീച്ചർ എത്തും. അപ്പോൾ അതോടൊപ്പം തന്നെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് 14-ാം വാർഡിന്റെ വാർഡ് കൺവെൻഷനാണ് നടക്കുന്നത്. ഈ വാർഡ് കൺവെൻഷനിലൂടെ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ചിറങ്ങുക. അതിൻ്റെ ഒരു പ്രഖ്യാപനവും അതിന്റെ മുന്നൊരുക്കവുമാണ് യഥാർത്ഥത്തിൽ കൺവെൻഷൻ നടക്കുന്നത്. ഞാൻ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകാം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. 10 വർഷ കാലയളവിനകത്ത് നമ്മൾ ഈ പഞ്ചായത്തിനകത്തും ഈ ജില്ലയിലും കേരള സംസ്ഥാനത്തും നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടും വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിലാണെങ്കിലും വികസനങ്ങളുടെ പെരുമഴക്കാലം നടന്ന കഴിഞ്ഞ 10 വർഷമാണെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാവുന്നതാണ് നമ്മുടെ കേരളം ഇന്ന് കാണുന്ന നിലയിലേക്ക് ആയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലായതല്ല. കേരളത്തിന്റെ പഴയ കാലഘട്ടം ഓർക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് നമുക്കറിയാനാകും. 1957 സഖാവ് EMS ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ്, ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ജനാധിപത്യ സംവിധാനം വന്നതിന് ശേഷം, അത് നമ്മുടെ ഇന്ത്യയിലാണ് ജനാധിപത്യം 1950 ശേഷം ഭരണഘടന വന്നപ്പോഴാണ് നമ്മുടെ പഴയ കാലഘട്ടത്തെ നാട്ടുരാജാക്കന്മാരും മാടമ്പിമാരും ജന്മിമാരും ഒക്കെ ഭരിച്ചിരുന്ന പഴയ കാലഘട്ടത്തോട് നമ്മൾ പോരാട്ടം നടത്തി തകർത്ത് തരിപ്പണമാക്കി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സഖാവ് EMS നേതൃത്വം കൊടുത്ത അധികാരത്തിൽ വന്നു. പിന്നെ അവിടെ നിന്ന് തുടർന്ന് ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷം മാറി മാറി ഭരിച്ചിരുന്ന കാലങ്ങളിലെല്ലാം നമ്മുടെ കേരളത്തിൽ വികസനങ്ങളുടെ കാര്യത്തിൽ, ലോകം ഉറ്റുനോക്കുന്ന മാതൃകയുടെ കാര്യത്തിൽ നിയമനിർമ്മാണങ്ങളിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത ചരിത്രമാണ് കേരളത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ 57 അധികാരത്തിൽ വന്നപ്പോൾ EMS സ്വപ്നം കണ്ടത് ആധുനിക കേരളമാണ്. ആ ആധുനിക കേരളം എന്ന് പറഞ്ഞാൽ പഴയ കാലം അപ്പുറത്തുണ്ട് എന്നർത്ഥം. ആ പഴയ കാലം ഇരുണ്ട കാലഘട്ടമാണ്. ജന്മിമാരും മാടമ്പിമാരും നമ്മുടെ നാട്ടിലെ അധ്വാനിക്കുന്ന പാവപ്പെട്ടവൻ, പിന്നോക്കക്കാരൻ, പട്ടികജാതിക്കാരൻ, ഇവരെയെല്ലാം അടിമതുല്യമായ ജീവിതത്തിലേക്ക് ചൂഷണം നടത്തി. സമത്വമില്ല, അസമത്വങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടാൽ നോക്കിയാൽ അയിത്തം കൽപ്പിക്കണം, അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ട പഴയ കാലഘട്ടമാണ്. നോക്കത്താത്ത ദൂരത്തോളം ഭൂമി കൈവശം വെച്ച ജന്മിമാര് ഈ പാവങ്ങളെ അടിമകളെ പോലെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അറിവില്ല, വിദ്യാഭ്യാസമില്ല, പഠിക്കാൻ അവകാശമില്ല, വോട്ടവകാശമില്ല. അതാണ് പഴയ കാലം. ആ പഴയ കാലഘട്ടത്തെ അറുതി വരുത്തി ജന്മത്തെ ചവിട്ടി പതിച്ച് ആ ജന്മിത്വത്തിന്റെ അടിവേര് പറിച്ചപ്പുറത്തു. അങ്ങനെയാണ് നിയമം വന്നത്. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് സഖാവ് ഷഹന ടീച്ചർ. നിലവിൽ നമ്മുടെ പഞ്ചായത്തിലെ 10-ാം വാർഡ് മെമ്പറാണ്. അവരാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. അപ്പൊ ആ പഴയ ഇരുണ്ട കാലഘട്ടത്തെ തകർത്ത് പുതിയ കാലഘട്ടത്തെ കുറിക്കുന്ന ആധുനിക കേരളം സ്വപ്നം കണ്ട് യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിലുണ്ടായപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ നമുക്കറിയാം. ആദ്യം എന്താണ്? കുടിയിറങ്ങാൻ പാടില്ല. എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകണമായിരുന്നു പഴയ കാലം. പക്ഷേ EMS ഗവൺമെന്റ് വന്നപ്പോൾ കുടിയിറക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നു. നോക്കത്താത്ത ഭൂമി കൈവശം വെച്ച ജന്മിമാരിൽ കാർഷിക പരിഷ്കരണം കൊണ്ടുവന്ന, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന, കാർഷിക ബന്ധ നിയമം കൊണ്ടുവന്ന് കൈവശം വെക്കുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ച്
ഭൂരഹിതരായ മനുഷ്യർക്ക് ഭൂമി പിടിച്ചെടുത്ത് വിതരണം ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു.